എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 27-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരാഴ്ച ശേഷിക്കെ സംസ്ഥാന സർക്കാർ 1750 കോടി രൂപ കൂടി കടമെടുക്കുന്നു. വികസന പ്രവർത്തനങ്ങളുടെ ശേഖരണത്തിനാണ് കടപ്പത്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം 3700 കോടി രൂപ കടമെടുത്തിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ 1750 കോടി രൂപ കൂടി കടമെടുക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞ ക്ഷേമ പെൻഷൻ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിലൊരു ഇലക്ഷൻ വോട്ട് തേടൽ ചതി ഉണ്ട് എന്ന തരത്തിൽ നമ്മൾ ഇന്നലെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും നേരത്തെ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 25 മുതൽ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തേതും ഏപ്രിൽ മാസത്തേതും 31-നും വിതരണം ചെയ്യുമെന്നാണുള്ളത്. ഇത് ദേശാഭിമാനി, കൈരളി ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള CPM-ന്റെ മുഖപത്രങ്ങളിൽ വരെ വന്നതാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സാധാരണഗതിയിൽ ഇലക്ഷനൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാ മാസവും 25-നും 26-നൊക്കെ ലഭിക്കുന്ന പെൻഷൻ ഈ മാസം ഈ ഇലക്ഷന്റെ പേരിൽ താമസിച്ചു പോകുന്നു എന്നുള്ളത് ഇതുകൊണ്ട് മരുന്ന് വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകൾ, കടം വീട്ടാൻ കാത്തിരിക്കുന്ന ആളുകൾ, വീട്ടു സാധനങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ന് സേവനയിൽ വിളിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം, പെൻഷൻ വിതരണം പറഞ്ഞിരുന്നത് ഇന്നലെ തന്നെയാണ്. പക്ഷെ വിതരണ നടപടികളിലേക്ക് കടന്നിട്ടുള്ളൂ. എപ്പോൾ വിതരണം ചെയ്യും എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നുള്ളതാണ്. മാർച്ച് 31-ന് രണ്ടും ഒരുമിച്ചാണോ വിതരണം എന്ന് ചോദിച്ചപ്പോഴും അവർ പറയുന്നത് അതും അവർക്ക് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ കോള് നിങ്ങളൊന്ന് കേൾക്കുക. ഹലോ, സേവന പെൻഷൻ ഓഫീസാണ്, പറയൂ. ക്ഷേമ പെൻഷൻ ഇപ്പോ ഉണ്ടോ ഈ മാസത്തെ, അതായത് മാർച്ച് മാസത്തെ ഉണ്ട്. കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതിന്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ രണ്ട് പെൻഷൻ ഒരുമിച്ചാണോ അതോ 31-ാം തീയതി അങ്ങനെ? അതിന്റെ തീരുമാനം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് അവർക്ക് പറയാനുള്ളത്. ഒരു ഉറപ്പ് അവർക്ക് പറയാനാകുന്നില്ല. അപ്പൊ ഇലക്ഷനോടനുബന്ധിച്ച് വോട്ട് ചോദിക്കുന്ന ആ നിർണായക സമയത്ത് കയ്യിൽ പെൻഷൻ വിതരണം എത്തിക്കുക, 2 ഒരുമിച്ച് 4000 എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ ഈ പെൻഷൻ വൈകിപ്പിക്കാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തേത് വിതരണം ചെയ്തു തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഒരുപാട് ആളുകൾക്ക് 1 മാസത്തേത് മാത്രമാണ് ലഭിച്ചിരുന്നത്. കൂടുതൽ മാസത്തേത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻഷോട്ടാണ് കൈരളി ചാനലിന്റെ ഓൺലൈൻ ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് 31-ാം തീയതിയും ഈ മാസത്തെ, അതായത് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 25 മുതൽ വിതരണം ആരംഭിക്കും എന്നുമാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പാചകവാതക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. ഗ്യാസിന് അമിത വില ഈടാക്കുകയാണ് എങ്കിൽ പരാതിപ്പെടാനുള്ള നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ, മറ്റു ആവശ്യങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ കാത്തിരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, LPG വിതരണത്തിൽ അധിക വില ഈടാക്കിയാൽ ഉപഭോക്താക്കൾക്ക് വിളിച്ച് അറിയിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. ദുരുപയോഗം, കരിഞ്ചന്ത എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാലും ഇതേ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണ്. ഓരോ ജില്ലക്കും പ്രത്യേക നമ്പറുകളും മെയിൽ ID-യും നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് കരിഞ്ചന്തയിൽ ഗ്യാസ് സിലിണ്ടറുകൾ വിൽക്കുന്നത് കണ്ടാലോ, ബുക്ക് ചെയ്യാതെ അധിക തുക കൊടുത്ത് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തരാം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത സിലിണ്ടറിന് ഡെലിവറി ചാർജ് എന്ന പേരിലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധിക തുക മേടിക്കുകയാണ് എങ്കിലോ ഈ നമ്പറുകളിൽ പരാതിപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഓരോ ഗ്യാസ് സിലിണ്ടറിനും വരുന്ന തുക 921 രൂപയാണ് ശരാശരി വില. ഡെലിവറി ചാർജ് 5 കിലോമീറ്ററിന് പുറത്ത് 20 രൂപ മുതൽ മാക്സിമം 60 രൂപ വരെയാണ്. അത് 45 കിലോമീറ്റർ വരെ വരും. അതായത് മിക്ക ആളുകൾക്കും ഡെലിവറി ചാർജ് ആയി നൽകേണ്ടി വരുന്നത് 20-30 രൂപയാണ്.
പക്ഷെ 100, 150 ഈ സാഹചര്യത്തിൽ 250 രൂപ വരെ അധികമായി വാങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരാതി നമ്പറുകൾ ഓരോ ജില്ലയിലേതും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലെയും നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. തിരുവനന്തപുരത്തെ നമ്പർ 91 88 52 73 15 ആണ്. അതുപോലെ തന്നെ dso.tvm20@gmail.com എന്ന മെയിൽ ഐ ഡിയിലും പരാതി അറിയിക്കാവുന്നതാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലേതാണ്. അതുപോലെ തന്നെ കൊല്ലത്തെ മെയിൽ ഐ ഡി കൊല്ലം dso@gmail.com, നമ്പർ 91 88 52 73 16. പത്തനംതിട്ട ജില്ലയിലെ പരാതി നൽകേണ്ട മെയിൽ ഐ ഡി dso.ptal@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 17. ആലപ്പുഴ dso.alappuzha@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 18. കോട്ടയം ജില്ലയിലേത് dso.ktm1@gmail.com എന്ന മെയിൽ ഐ ഡിയിലാണ് പരാതി നൽകേണ്ടത്. നമ്പർ 91 88 52 73 19. ഇടുക്കി ജില്ലയിലേത് dso.idukki@gmail.com, നമ്പർ 91 88 52 73 20. എറണാകുളം dco@gmail.com എന്ന മെയിൽ ഐ ഡിയിൽ പരാതി നൽകാം. വിളിച്ച് പരാതി നൽകേണ്ട നമ്പർ 91 88 52 73 21. തൃശ്ശൂർ ഇതേത് dso.tsr@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 22. പാലക്കാട് dso.pkd@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 23. മലപ്പുറം dso.mpm@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 24. കോഴിക്കോട് dso.kozhikode@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 25. വയനാട് dso.wayanad1@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 26. കണ്ണൂരിലേത് kannur.dso@gmail.com. വിളിക്കേണ്ട നമ്പർ 91 88 52 73 27. കാസർഗോഡ് dso.ksd@gmail.com. 91 88 52 73 28. ഈ നമ്പറുകളിലോ അല്ലെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലോ പരാതികൾ അറിയിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൈപ്പ് ലൈനിലൂടെ പ്രകൃതി വാതകം അഥവാ PNG വിതരണ സംവിധാനം ഉള്ള സ്ഥലങ്ങളിൽ ഗാർഹിക ഉപഭോക്താക്കൾ നിർബന്ധമായും അത്തരം കണക്ഷനുകൾ എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. വിസമ്മതിച്ചാൽ LPG സിലിണ്ടറുകൾ ലഭ്യമാക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ LPG പ്രതിസന്ധി രൂക്ഷമാകുന്നത് മുൻനിർത്തിയാണ് PNG വിതരണ ശൃംഖല വിപുലീകരിക്കാൻ നീക്കം. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് PNGയുടെ നേട്ടം. ലഭ്യത ഉള്ളതിനാൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതുപോലെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നില്ല എന്ന സൗകര്യവും ഉണ്ട്. ലഭ്യമായിട്ടും PNG എടുക്കാതിരുന്നാൽ അത്തരം വീടുകൾക്കുള്ള LPG വിതരണം 3 മാസം കഴിയുമ്പോൾ നിർത്തുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം മാർച്ച് 24 പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കാനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സംസ്ഥാനത്ത് ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. ഹോട്ടലുകൾ ഉൾപ്പെടെ അർദ്ധ മുൻഗണന മേഖലകൾക്ക് പാചക വിതരണം ആവശ്യകതയുടെ 40% ലഭ്യമാക്കും. ആശുപത്രി, അംഗനവാടി, സ്കൂൾ അടക്കം മുൻഗണനാ വിഭാഗത്തിന് ആവശ്യകതയുടെ 100% ലഭ്യമാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ പാചകവാതക സിലിണ്ടറുകളുടെ റീഫിൽ ബുക്കിംഗ് സമയപരിധിയിൽ മാറ്റം വരുത്തി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ പ്രകാരം വിവിധ കണക്ഷനുകൾക്ക് പുതിയ ബുക്കിംഗ് ഇടവേളകൾ നിശ്ചയിച്ചു എന്ന തരത്തിലാണ് വ്യാജ വാർത്തകൾ. എന്നാൽ നിലവിലുള്ള നിയമങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും മന്ത്രാലയം ബുധനാഴ്ച പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷനുകൾക്ക് 45 ദിവസമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ബുക്കിംഗ് സമയപരിധി. അത് അങ്ങനെ തന്നെ തുടരും. കൂടാതെ നോൺ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സിലിണ്ടറുകളുടെ കണക്ഷനുകൾക്ക് 25 ദിവസവും
നോൺ പ്രധാനമന്ത്രി ഉജ്ജൽ യോജന ഡബിൾ സിലിണ്ടർ ഉള്ളവർക്ക് 35 ദിവസവും ആണ് നിലവിൽ ഉള്ളത്. അത് അതേപടി തുടരുകയും ചെയ്യും എന്നുള്ളതാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.